സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന ദേശത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉള്ളവരാണെങ്കിൽ ആ ദേശം സംരക്ഷിക്കപ്പെടും. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം വസിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്ന ആ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്രാപിക്കും. ഇത് കർത്താവിൻ്റെ ഉറപ്പാണ്, കർത്താവിൻ്റെ വാഗ്ദാനമാണ്. എസെക്കിയേലിൽ നമ്മൾ വായിക്കുന്നുണ്ട് 9-ാമത്തെ അധ്യായത്തിൽ, ദേശത്തിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഉൽപ്പത്തിയിൽ അബ്രാഹത്തെ സൊദോം ഗൊമോറയിലേക്ക് പോകുമ്പോൾ അബ്രാഹത്തെ സന്ദർശിക്കുന്നത് കാണുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഇത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിതം കർത്താവ് തിരഞ്ഞെടുത്ത അബ്രാഹത്തോട് പറയാതെ എങ്ങനെയാണ് സൊദോം ഗൊമോറ? കാരണം അബ്രാഹത്തിന്റെ സഹോദരപുത്രനായ ലോത്തും കുടുംബവും താമസിക്കുന്നതും ഈ സൊദോം ഗൊമോറയിലാണ്. അപ്പോൾ അബ്രാഹത്തോട് പറയാതെ എങ്ങനെയാണ് സംഹാര ദൂതന്മാർക്ക് ആജ്ഞ കൊടുക്കുക? ഇത് വലിയൊരു മേഖലയാണ് പറയുന്നത്. ദൈവ മക്കളോട് പറഞ്ഞിട്ടാണ്, അറിയിച്ചിട്ടാണ് ദൈവം സംഹാരത്തിനുള്ള ആജ്ഞ ദൂതന്മാർക്ക് കൊടുക്കുക. എന്ത് പ്രശ്നമാകട്ടെ, വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റോ ഹറിക്കെയിനോ കാട്ടുതീയോ എന്തുമാകട്ടെ, ഇപ്പൊ ദൈവ മക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പട്ടണം, ആ കുടുംബം, ആ നഗരം, ആ രാജ്യം സുരക്ഷിതമായിരിക്കും. ദൈവം അതുകൊണ്ടാണ് നിരന്തരം ഇങ്ങനെ വിശുദ്ധീകരണ പ്രക്രിയക്കായി ദൈവം ആത്മാവ് ഉള്ളിലുള്ളവരെ ഓരോ ദേശത്തും ഉണ്ടാകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഫ്ലോറിഡ സ്റ്റേറ്റിന് വേണ്ടി ടാമ്പയിൽ നിന്നും പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലൂടെ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഈ ഫ്ലോറിഡയ്ക്ക് വേണ്ടി ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന ദിവസമാണെന്ന് പറയുമ്പോൾ, കൂട്ടായ്മ ഓരോ ദിവസവും ഓരോ സ്റ്റേറ്റിലായിരിക്കുന്നവർക്ക് ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലീനായും സിബിയ കുടുംബം ഇന്ന് സങ്കീർത്തനം 119 വചനമാണ് നമ്മൾ ഓർപ്പിച്ചത്. ആദ്യത്തെ 7-8 വചനങ്ങള്, അഭംഗിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാതെ ചരിക്കുന്നവർ, കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ, ഭാഗികമായിട്ടല്ല. ഇന്ന് അനേകർ അങ്ങനെയാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ട്, പിന്നെ മറ്റു പലതിലും വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്നിൽ പിടിച്ചാൽ രക്ഷപ്പെടാമെന്നുള്ള ധാരണയിലാണ്. നമ്മൾ ഈ അബ്രാഹത്തെ കാണുന്നത് പൂർണ്ണമായും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചൊരു വ്യക്തി, വേറൊന്നിലും ആശ്രയിക്കാനില്ല. 100 വയസ്സ് അടുത്തും, സാറായിക്ക് ഭാര്യയ്ക്ക് 90 വയസ്സായി. മക്കളുണ്ടാകുമെന്ന് പറയുമ്പോൾ മാനുഷികമായിട്ട് ഒരിക്കലും അത് നടക്കില്ലാത്ത കാര്യമാണ്. ഒരിക്കലും നടക്കില്ല. പക്ഷേ വചനം പറയുന്ന അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു. പൗലോസ് അതേക്കുറിച്ച് പറയുന്നത്, അബ്രാഹത്തിന്റെ വിശ്വാസം ദൈവം അവന് നീതിയായി പരിഗണിച്ചു. അബ്രാഹത്തിന്റെ വിശ്വാസം, ദൈവത്തിലുള്ള ഉറപ്പ്. നമുക്കും അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞത്, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ ദൈവത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന നല്ല പ്രവൃത്തികളാണ്. അത് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട്, ഭാഗികമായിട്ടല്ല, 50-50 അല്ല. 50% ദൈവം, 50% എൻ്റെ സമ്പത്തോ എൻ്റെ കഴിവോ ശാസ്ത്രീയ കഴിവുകളോ സാങ്കേതികമായ മികവുകളോ ഒന്നുമല്ല. 50% പൂർണ്ണമായി 100% ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം, അത് ലോകത്തിന് മഹാവിഡ്ഢിത്തമാണ്. പൗലോസ് പറഞ്ഞതുകൊണ്ടാണ്, ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് വലിയ ശക്തിയാണ്, പക്ഷെ വിശ്വസിക്കാത്തവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് അത് ഭോഷത്തരമാണ്. യേശു കുരിശിൽ മരിച്ചുകൊണ്ട് ലോകത്തെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ അത് ലോകത്തിന്റെ കാഴ്ചപ്പാട് ചിന്തിക്കുന്നവർക്ക് മഹാമണ്ഡത്തരമാണ്. അവരവനെ ക്രൂശിച്ചു, അവൻ കുരിശിൽ കിടന്ന് മരിച്ചു. അവനെങ്ങനെയാ ജയിച്ചതെന്ന് അവർക്കത് അറിയില്ല. പക്ഷേ നമുക്കറിയാം, ആത്മീയമായിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ തന്നെ
സക്രിയ പ്രവാചകനിലൂടെ പലപ്പോഴും പറഞ്ഞൊരു വചനമുണ്ടല്ലോ, കരബലത്താലല്ല സൈന്യബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. വിജയം ഇപ്പോൾ നടക്കുന്നത് ആത്മാവിനല്ല. കാരണം നമ്മുടെ പോരാട്ടം ആത്മീയ മേഖലയിലാണ്. ആത്മീയ സമരം എന്നാണ് എഫേസ്യസ് 6 പൗലോസ് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കരബലമുള്ളത് കൊണ്ടോ സൈന്യബലമുള്ളത് കൊണ്ടോ സമ്പത്തുള്ളത് കൊണ്ടോ ആൾബാഹുല്യം ഉള്ളത് കൊണ്ടോ നമ്മൾ ജയിക്കണമെന്നില്ല. എന്നാൽ നമ്മുടെ ആത്മാവില് ദൈവം വസിക്കുന്നെങ്കിൽ നമുക്ക് തീർച്ചയായും ജയമുണ്ട്. നമ്മളിതാണ് അറിയേണ്ടത്. അപ്പൊ ഇന്ന് പൂർണ്ണ ഹൃദയം എന്ന് പറയുമ്പോൾ അതാണ് പൂർണ്ണ ഹൃദയം, ദൈവത്തിനായി പൂർണ്ണമായും ദൈവത്തിനായി വിട്ടുകൊടുത്ത ഒരു ജീവിതം, സമ്പൂർണമായി ദൈവത്തിന്റെ വചനം, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റു ചെയ്യുന്നില്ല. അവർ തെറ്റു ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അതായത് പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനം അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് ആയുസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റുപറ്റുകയില്ല, നമുക്കൊരു കുഴപ്പമുണ്ടാകില്ല. അവിടെ അത്യുന്നതിന്റെ മറവിൽ വസിക്കുന്ന സങ്കീർത്തനം 91 ഒത്തിരി വാഗ്ദാനങ്ങളുണ്ടല്ലോ, സംരക്ഷണം, അത് നമുക്ക് ലഭിക്കുകയാണ് അവിടെ. കഴിച്ച് നമ്മൾ ചിന്തിച്ചു, ദൈവദൂതന്മാർ, ദൈവം നമ്മുടെ ആത്മാവിലുള്ളപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിന്റെ പുത്രന്മാരായതുകൊണ്ട് ദൈവദൂതന്മാർ നമുക്ക് കാവൽ നിൽക്കും. സങ്കീർത്തനം 34 അതേക്കുറിച്ച് പറയുന്ന 7 ദൈവഭക്തർക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാർ പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു എന്നാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്ക് സങ്കീർത്തനം 91 11 12 കർത്താവ് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവരെ കൈകളിൽ താങ്ങുവാനായിട്ട്, അവരുടെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ തക്കവണ്ണം ദൂതന്മാർ അവരെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഇത് ദൈവദൂതന്മാർ, ഞാൻ പലപ്പോഴും ഓർമ്മിച്ചു, ദൈവദൂതന്മാരുടെ സംരക്ഷണം ദൈവമക്കൾക്കാണ് ഭൂമിയിൽ മനുഷ്യരായ നമുക്ക് ലഭിക്കുക. നമ്മൾ മനുഷ്യർ ദൈവമക്കളാണെങ്കിലാണ് ദൂതന്മാരുടെ സംരക്ഷണം കിട്ടുകയുള്ളൂ. അങ്ങനെയാണ്. വീണ്ടും പറയണം, അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനല്ലേ ഉള്ളവളായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുള്ളപ്പോൾ പിന്നെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. യഹോവയെന്നോ കർത്താവെന്നോ ഒന്നുമല്ല. അങ്ങനെ വിളിക്കാം, ദൈവമേ എന്ന് വിളിക്കാം, കർത്താവെ എന്ന് വിളിക്കാം. പല രീതിയിൽ ദൈവത്തെ ഈ ലോകത്തെ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലേ. പല ജാതി ജനതകളും പല രീതിയിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പക്ഷെ യേശു പറഞ്ഞ ഒറ്റ കാര്യമാണ്, ദൈവത്തെ അപ്പാ എന്ന് വിളിക്കണം. യേശു മാത്രമല്ല, പഴയ നിയമത്തിൽ ജെറമിയ 3:19 പറഞ്ഞു, നിങ്ങൾ എന്നെ പിതാവേ എന്ന് വിളിക്കുമോ എന്ന് എത്ര നാളാ ഞാൻ കാത്തിരിക്കുന്നു. സാധാരണ ഉള്ളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അല്ലെ യേശുവിന്റെ ഉള്ളിലുള്ള ആത്മാവ്, ഉള്ളിലുണ്ടായിരുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് യേശു അബ്ബാ പിതാവേ എന്ന് അപ്പാ എന്ന് ദൈവത്തെ വിളിച്ചത്. ആ പരിശുദ്ധാത്മാവ് യേശുവിന്റെ ആത്മാവ് യേശുവിന്റെ ഉള്ളിലുണ്ടായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് പിതാവ് യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ഉള്ളിൽ യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്താണ് അവിടുത്തെ തന്നെ ആത്മാവിനെ. ഓർത്തോക്കണം എന്തുമാത്രം അതിനുവേണ്ടി കഷ്ടപ്പെട്ടു എന്നറിയ ഈശോ. നമുക്ക് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തരാനായിട്ട് ഈശോ വലിയ സഹനത്തിലൂടെ, അതുകൊണ്ട് നമ്മുടെ അശുദ്ധിയും നമ്മുടെ ജഡികതയും നമ്മുടെ ലോകമോഹങ്ങളും നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ ദൈവ ആത്മാവിന്, അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധി ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ ദൈവ ആത്മാവിനെ അയക്കാനായിട്ട് ദൈവത്തിന് ആഗ്രഹിച്ചിട്ടും സാധിക്കുമായിരുന്നില്ല. യേശു കാൽവരിയിൽ നമ്മുടെ പാപങ്ങൾ മുഴുവനും ഏറ്റെടുത്തത് കൊണ്ടാണ്. വീണ്ടും സങ്കീർത്തനം 119 ഇങ്ങനെ പറയുന്നുണ്ട്. യുവാവ് 9-ാമത്തെ വചനമാണ്. സങ്കീർത്തനം 119 Psalms 119 verse 9. How will a young man lead a holy life? നമ്മളിത് ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, വേറെ ഒരു കാര്യം പറയാം. പക്ഷെ അതിനിടയ്ക്ക് സങ്കീർത്തനം 119:9 പറയാണ്, യുവാവ് അല്ലെങ്കിൽ യുവതി തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. വളരെ ബുദ്ധിമുട്ടാണല്ലേ, എന്തെല്ലാം പ്രലോഭനങ്ങളും
ഇന്റർനെറ്റും വാട്സാപ്പും എവിടെ നോക്കിയാലും പ്രലോഭനങ്ങൾ കണ്ണിലൂടെ കാണുന്ന മനോഹരം ഈ ലോകത്ത് സാത്താൻ കൊണ്ട് കാണിക്കുന്ന കാഴ്ചകളാണ്. ജഡികമായി, ലൈംഗികമായി ഒക്കെ പ്രേരണ നൽകുന്ന, ഉത്തേജനം നൽകുന്ന ചിന്തകളും കാഴ്ചകളും ഒക്കെ നമുക്ക് ഏത് മനുഷ്യഹൃദയങ്ങളെ പോലും കുലുക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് സാത്താൻ ഇന്ന് ലോകത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളുടെ ജീവിതം അതിലേക്ക് പെട്ടുപോകാതെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, കാതുകളെ നിയന്ത്രിക്കാൻ, നമ്മുടെ നോട്ടത്തെ നിയന്ത്രിക്കാൻ, നമ്മുടെ പ്രവർത്തികളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ എങ്ങനെ സാധിക്കും? ഒരു കാര്യമുള്ളൂ, ദൈവവചനം. യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. വേറെ വഴിയൊന്നുമില്ല. ദൈവവചനം പാലിക്കുമെന്നുള്ള തീരുമാനം ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവരുടെ സംഗീതം 119:10 പറയേണ്ട, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു, അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ സംഗീതം 119:11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്കൂളിൽ കാണാതെ പഠിക്കുന്ന ചില പിള്ളേരിങ്ങനെ കാണാതെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലേ, കാണാതെ പഠിക്കാൻ വേണ്ടി. വചനം കാണാതെ പഠിക്കുകയല്ല. ദൈവവചനം ആത്മാവാണ്. ദൈവവചനം ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവവചനം യേശുക്രിസ്തു തന്നെയാണ്. ദൈവവചനം, ഈ വചനം നമ്മൾ പാലിക്കുമ്പോൾ ക്രിസ്തു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. ദൈവത്തെ അബ്ബാ എന്ന് റോമർ 8:15 ദൈവാത്മാവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ അബ്ബാ, പിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മുടെ കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കാം പലരെയും. പക്ഷെ ഉള്ളിൽ അത് അല്ലേ, നമ്മുടെ കുഞ്ഞ് നമ്മളെ ഡാഡി മമ്മി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കുഞ്ഞുമായുള്ളൊരു ബന്ധം, രക്തബന്ധം നമുക്കുണ്ട്. നമ്മുടെ കുഞ്ഞായതുകൊണ്ടാണ് ആ കുഞ്ഞ് നമ്മളെ ഡാഡി അല്ലെ മമ്മി എന്ന് നമ്മളെ വിളിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളപ്പോഴാണ് നമുക്ക് ദൈവവുമായൊരു ബന്ധമുള്ളത്. ഹൃദയം തുറന്നുകൊണ്ട് അപ്പാ എന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുവാൻ വേറെ ഒരു ആത്മാവ്, പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് റോമർ 8:14-15 പറഞ്ഞതുകൊണ്ടാണ്. നമ്മളിത് അറിഞ്ഞിരിക്കണം. നമ്മളെന്തെല്ലാം പഠിച്ചാലും, ഇന്നലെ കഴിഞ്ഞ് സമർപ്പിച്ചതുപോലെ നമുക്ക് സഭയിൽ അനേക പഠനങ്ങളുണ്ടല്ലേ. ഒരു പുരോഹിതനാകാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയാകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വിവാഹത്തിന് മുമ്പായിട്ട് എന്തെല്ലാം അല്ലേ, നമ്മൾ കല്യാണത്തിലൊരുക്കമായിട്ടുള്ള ധ്യാനങ്ങളും ക്ലാസ്സുകളൊക്കെ ഒത്തിരി എടുക്കുന്നുണ്ട്. നല്ലതാണ്, അതൊക്കെ വേണം, നിർദ്ദേശം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവം ആത്മാവായി വസിക്കുമ്പോഴാണ് വിവാഹം എന്ന കൂദാശയെ കുറിച്ച് ഈശോ പറഞ്ഞതല്ലേ, ചെറുപ്പക്കാരിയും രണ്ടുപേരും ഒന്നായിത്തീരുന്ന, കഴുത്തിലൊരു താലി കെട്ടി കയ്യിലൊരു മോതിരം, അത് ബാഹ്യമായ ഒരു അടയാളം മാത്രമാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരുടെ രണ്ടുപേരുടെ ഉള്ളിൽ ദൈവാത്മാവ് ഉള്ളപ്പോഴാണ്, ദൈവാത്മാവ് തമ്മിലാണ് ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. അവിടെ ഈ ചെറുപ്പക്കാരനിലുള്ള ദൈവാത്മാവും യുവതിയിലുള്ള ദൈവാത്മാവും അവരെ തമ്മിൽ, രണ്ടുപേരിലെ ഉള്ളിൽ ദൈവാത്മാവ് ഉള്ളത് കൊണ്ട് ദൈവം ആത്മാവിൽ അവരെ ഒന്നിപ്പിക്കുകയാണ്. കാരണം വെറും ശാരീരികമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആകർഷങ്ങളും ഒക്കെ ഉണ്ടാകാം, അത് ഏഴ് നിമിഷം ഇല്ലാതായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് എത്രമാത്രം ഡിവോഴ്സ് ഒക്കെ കൂടിയിരിക്കുന്നത്. ശാരീരികമായ അല്ലെങ്കിൽ കാഴ്ചയിലല്ല എന്തെങ്കിലുമൊക്കെ കാര്യം കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പല ചിന്തിച്ചിട്ട് പിന്നീട് കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് എത്ര പേര് നടന്നുണ്ട്. എന്നാൽ ഈ രണ്ട് വ്യക്തികളുടെ ഉള്ളിൽ ദൈവം ആത്മാവായി വസിക്കുന്നെങ്കിൽ അവരൊരിക്കലും, അതാണ് മത്തായി 19 ഈശോ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ ഉള്ളിലുള്ള ദൈവികമായ സംഗമമാണ്. ഞാനിങ്ങനെ പറയും, വിവാഹം എന്ന് പറയുന്നത് ആത്മാവ് ഒന്നായിത്തീരുന്നു, ആദ്യം മനസ്സൊന്നായിത്തീരുന്നു, പിന്നെയാണ് ശരീരം ഒന്നായിത്തീരുമ്പോഴാണ് അവിടെ ദൈവമക്കൾ ജനിക്കുക. ദൈവം ആത്മാവായ രണ്ടുപേരുടെ ആത്മാവിലുണ്ടായിരിക്കണം. ഇതാണ് നമ്മൾ ചെറുപ്പക്കാരെ ആത്മീയതയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് കുഞ്ഞുനാൾ തൊട്ടേ. അത് വലിയൊരു മേഖലയാണ് പറയുന്നുള്ളവരെ.
നമ്മുടെ ഉള്ളിൽ ഈ ദൈവാത്മാവ് നമുക്കുണ്ടാകാൻ ഇന്ന് ഒന്നാമത്തെ വായനയിൽ ആഗോളസഭയിൽ മാർപ്പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഒന്നാമത്തെ വായന എബ്രായ ലേഖനം 9 നിന്നാണ്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, 15 തൊട്ടുള്ള വചനം 15 തൊട്ട് പറയുകയാണ്, നമ്മളിടയ്ക്ക് ചിന്തിച്ചാണ്, ഒരു പുതിയ ഉടമ്പടിയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്കൊരു പുതിയ എഗ്രിമെന്റ് ആണ്. പഴയ മോശയിലൂടെ കൊടുത്ത ആ 10 കൽപ്പനകള് അത് മോശ പിന്നീട് വലിച്ചു നീട്ടി 613 കൽപ്പനകൾ. കാരണം ഈ ജനത്തെ നയിക്കാൻ പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്നത് കൊണ്ട്, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്ന ഈ ജനത്തെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് നയിക്കാൻ ഒരു സാധ്യതയില്ലായിരുന്നു. ദൈവമോ അത് ദൈവം, ഞങ്ങളിപ്പോൾ ഭൂമിയിലെ ജീവിതം, ഞങ്ങളുടെ ജീവിതം ദൈവം അതൊക്കെ പിന്നീടാന്ന് പറഞ്ഞു പോകും. നമ്മൾ ഇന്ന് ലോകത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ സഭയിലുള്ളവരെയും നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഈ 10 കൽപ്പന കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. 10 കൽപ്പന കൊണ്ട് പോയിട്ട് അത് വലിച്ചു നീട്ടി ചിലത് ചെയ്യരുത്, ചിലത് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ 613 അവരുടെ തോറായില്, യഹൂദരുടെ നിയമഗ്രന്ഥമാണ്, അവരുടെ നമ്മൾ ബൈബിളിൽ പറഞ്ഞ അവർക്ക് തോറായില് 613 കൽപ്പനകളാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്തിനാ? അത് പാലിച്ചാൽ മാത്രമേ ഒരാള് യഹൂദനാകുകയുള്ളൂ എന്നും. അതായിരുന്നു പഴയ കൽപ്പന, പഴയ നിയമം. 10 കൽപ്പനകൾ നമ്മൾ ക്രിസ്തീയമായിട്ട് നമ്മൾ 10 കൽപ്പനകൾ വായിക്കുന്നു. എന്നാൽ യേശു വന്നുകൊണ്ട് ഈ ഇന്നലൊക്കെ കഴിഞ്ഞ് ചിന്തിച്ചാണ്, ഈ 10 കൽപ്പനകളെ 2ആയിട്ട് കുറച്ച്. വളരെ എളുപ്പമാണ്, 2 എണ്ണമാണെങ്കിൽ പാലിക്കാൻ എളുപ്പമാണല്ലോ. പക്ഷെ വളരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറുക്കി കഷായം ഉണ്ടാക്കുമ്പോൾ അല്ലേ കട്ടിയാണ്. വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ കയ്പ്പ് കുറവായിരിക്കും. പക്ഷെ കഷായം കുറുക്കി കഴിയുമ്പോൾ നല്ല കയ്പ്പാണ്. എന്ന് പറഞ്ഞ പോലെ ഈ 10 കൽപ്പനകളെ കുറുക്കി എടുത്തിട്ട് ഇങ്ങനെ തന്ന കട്ടിയുള്ള 2 ബുദ്ധിമുട്ടാണ്. എന്താ? അതിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവത്തെ മാത്രം സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഒരു രീതിയിലാക്കി തന്നു. മനുഷ്യരായ നമുക്ക് അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ശരീരത്തിൽ ജീവിക്കുക, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട്, പ്രവണതകളുണ്ട്, എന്തെല്ലാം മനസ്സിൻ്റെ ആഗ്രഹങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിലാണ് പറഞ്ഞത്, അതെല്ലാം മാറ്റിവെച്ചിട്ട് ആത്മാവിൻ്റെ കാര്യം പൂർണ്ണമായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നത്. അവിടെ നമ്മൾ അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ വളരെ എളുപ്പമാണ്. പരിശുദ്ധാത്മാവിനാണ് ശക്തിയാണ് പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുന്നത്. മറ്റുള്ളവരെ രണ്ടാമത്തെ കൽപ്പന, നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക, കാണുക, കരുതുക. അതും പരിശുദ്ധാത്മാവ്. കാരണം ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. നമ്മുടെ മാനുഷികതയിലെ നമ്മളല്ലേ, എൻ്റെ കാര്യം, എൻ്റെ വ്യക്തിപരമായ കാര്യം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, അതെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ. അതെല്ലാം മാനുഷികമായിട്ട് അങ്ങനെയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മളെ പോലെ തന്നെ വേറൊരു കുടുംബത്തിന് നമ്മളെ പോലെ തന്നെയാണ്. അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്കുണ്ടായതുപോലെ പല വീഴ്ചകളും അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് തെറ്റുപറ്റിയത്, അവരെന്നോട് അങ്ങനെ പെരുമാറിയത്. ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ അവരും അങ്ങനെ ആയതുകൊണ്ടാണ് അവർക്ക് വീഴ്ച പറ്റിയത്. അതുകൊണ്ട് അവരോട് കരുണ കാണിക്കണം, അവരോട് ക്ഷമിക്കണമെന്നുള്ള ഒരു ബോധ്യം. ഇതാണ് ക്ഷമയുടെ ഒരു വലിയ മേഖല. അത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പിതാവെ അവരെന്താണ് ചെയ്യുന്നത് അവർ അറിയുന്നില്ല, അവരല്ലത്. സാത്താൻ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുകയാണ്. ഈശോ ദൈവിക ജ്ഞാനത്തിലാണ്. ലൂക്ക 23:34 ഈശോ വിളിച്ച് പ്രാർത്ഥിക്കണം, അപ്പോൾ അവരോട് ക്ഷമിക്കണമേ. തൻ്റെ കയ്യിലും കാലും ആണിയടിക്കുമ്പോഴാണ് അതികഠോരമായ വേദനയാണ്. നമ്മൾ ഈ കരുണയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും പറഞ്ഞില്ല, ഈശോ മിശിഹായുടെ അതിദാരുണമായ, ആർക്കും നോക്കി നിൽക്കാൻ പറ്റാത്ത അത്ര അതിദാരുണമായിരുന്നു ആ പീഡ. അപ്പൊ എബ്രായ ലേഖനം 9 ഇന്ന് ആ വചനമാണ് പറയുന്നത്. അതായത് പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഈ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന ഒരു ഉടമ്പടി തന്നതോടൊപ്പം യേശു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നാണ് ഇന്ന് നമ്മൾ എബ്രായർ 9 പറയുക. അവൻ നമ്മെ സ്നേഹിച്ചു, കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ സ്നേഹക്കുറവ്, നമ്മുടെ ജഡികതയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി സഹിച്ചു വേദന തിന്ന് അവസാനം മരിച്ചു. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അവൻ മരിച്ചു. നമ്മളൊരു വിഡ്ഢിത്തമാണെന്ന് പറയും. നമ്മളൊരാളെ സ്നേഹിക്കും, കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ആർക്കും വേണ്ടി മരിക്കാനൊന്നും തയ്യാറൊന്നുമില്ല. നിനക്ക് വേണ്ടി ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞേക്കാം, പക്ഷെ അതൊക്കെ വെറും ഒരു മാനസിക വികാരം പോലെ. പക്ഷെ യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടി മരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ യേശു അത് ചെയ്തു. അവൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചു. ഇങ്ങനെയാണ്
ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയ എബ്രായർ 9:15, ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 കൽപ്പനകൾ ലംഘിച്ചവര്, അവര് മരിക്കാതിരിക്കാൻ 10 കൽപ്പനകൾ ലംഘിച്ചവര് ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. നമ്മൾ അറിയണം, ആഴത്തെ ചിന്തിക്കുമ്പോൾ, അതായത് ഒരു രീതിയിൽ നിയമം പാലിക്കാൻ കഴിയാതെ അത്രമാത്രം ജഡികമായി ജീവിച്ച മനുഷ്യർക്ക് വേണ്ടി യേശു ശരീരമെടുത്തു വന്ന് യേശു ശരീരത്തിലെ ജീവിച്ച് സഹിച്ച് അങ്ങേയറ്റം തല മുതൽ പാദം വരെ മുറിവേക്കാത്ത ഒരു ഇടം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് യേശയ്യ 52 യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് കേട്ടോ. ഇത് യേശയ്യ കണ്ടതെന്ന് ദർശനത്തിൽ കണ്ടതാണ്. യേശുവിനെ കുറിച്ച് ദർശനത്തിൽ കണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ പീലാത്തോസിന് മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ രൂപം മനുഷ്യൻ്റെതായിരുന്നില്ല. തലയിലെ മുൾക്കിരീടവും അശരീരം മുറിവേറ്റ് രക്തമൊലിച്ചുകൊണ്ട് അവനെ കണ്ടവർ അമ്പരന്നു പോയി. അവന്റെ രൂപം മനുഷ്യൻ്റെതായിരുന്നില്ല. പീലാത്തോസ് ഇത് മനുഷ്യനാണെന്ന് ചോദിക്കാൻ തക്കവണ്ണം മാംസകഷ്ണങ്ങളുടെ ശരീരത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുകയായിരുന്നു. എന്നിട്ടും അവൻ നിൽക്കുകയാണ്, ഇന്നും നിൽക്കുകയാണ്. വെളിപാട് 5 നമ്മൾ വായിക്കുന്നുണ്ട്, 5:5-6 വചനം. ദൈവസിംഹാസന വലത്തുഭാഗത്ത് ഇന്നും പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് ഈശോ ഇന്നും നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. അവന്റെ സഹനമാണ് നമ്മൾക്ക്, അവന്റെ മരണമാണ് നമ്മൾക്ക് രക്ഷ. നമ്മൾ നിയമം ലംഘിച്ചത് കൊണ്ട് അവൻ അതിനുവേണ്ടി ശിക്ഷയേറ്റ് മരിക്കേണ്ടി വന്നു, നമ്മെ മനുഷ്യവർഗം മുഴുവൻ രക്ഷിക്കാൻ. ഇതാണ് പ്രത്യേകത. ഈ ലോകത്തിൽ ആരും ഒരു മതസ്ഥാപകനും ചെയ്യാത്തൊരു കാര്യമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ മുഴുവനും വഹിച്ചുകൊണ്ട് അവൻ നമ്മളെ സൗഖ്യമാക്കുക മാത്രമല്ല, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുക മാത്രമല്ല, അവൻ നമുക്ക് നിത്യത സ്വർഗം നേടിത്തരാൻ അവൻ നമുക്ക് വേണ്ടി ശരീരത്തിൽ ജീവിച്ചിട്ട്, ഒരു തെറ്റും ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിച്ചിട്ട് നമുക്ക് പകരമായി അവൻ മരിച്ചു. നമ്മുടെ മരണത്തെ അവൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നിത്യജീവൻ അവൻ നൽകി. ഇതാണ് സത്യം. ഇതിനാണ് നമ്മൾ അവനെ സ്നേഹിക്കുന്നത്. ഇതുപോലൊരു സ്നേഹം ആരും തരാത്ത സ്നേഹം. നമുക്ക് വേണ്ടി ചുമ്മാതല്ല, ഇത് നമ്മൾ പറയാം, അത് എല്ലാവർക്കും അല്ലല്ല, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി. അതെ, നമ്മൾ പറഞ്ഞു, എന്നോട് അങ്ങനെ കർത്താവാണ് ഇത് വരുത്തിയത്, എൻ്റെ കുടുംബത്തില് എൻ്റെ മക്കൾ മരിച്ചതോ കൊച്ചുമക്കൾ മരിച്ചതോ ഒക്കെ അത് ദൈവമാണ് അങ്ങനെ ചെയ്തത്. അല്ലല്ലല്ല, അവൻ അതിനു മുമ്പേ 2000 വർഷം മുമ്പേ നമ്മള് ഈ ലോകത്തിൽ ആരോഗ്യ സന്തോഷത്തോടെ ഇരിക്കാനായി അവൻ നമുക്ക് പകരമായി മരിച്ചു നമ്മളെ സ്നേഹിച്ചവനാണ്. നമുക്ക് ഈ ലോകത്ത് സൗഖ്യം തരാൻ അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം, അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം. യെശയ്യാ പറഞ്ഞു വെച്ചാൽ പ്രവചനമാണ് പറഞ്ഞത് ഇതൊക്കെ. യെശയ്യാ 52-53 അതെ. അപ്പോൾ ഇന്ന് വീണ്ടും പറയാണ്, എബ്രായ ലേഖനം വായന തുടർന്ന് ഇങ്ങനെയാണ്, അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പണ്ട് പ്രധാന പുരോഹിതൻ ആടുകളെ കൊന്നിട്ട് അതിന്റെ രക്തവുമായിട്ടാണ് പ്രധാന പുരോഹിതന് വാഗ്ദാനം, അല്ലെങ്കിൽ ഹോളി അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്ന പോലെ യേശു ഒറ്റ പ്രാവശ്യം, പലപ്പോഴല്ല ആണ്ടോട് ഒറ്റ പ്രാവശ്യം കാലത്തിന്റെ പൂർണ്ണതയിൽ അവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് അവൻ കാസായിലല്ല, പാത്രത്തിലല്ല, അവന്റെ ശരീരത്തിൽ ഒഴുകുന്ന രക്തവുമായി, അവന്റെ തന്നെ രക്തവുമായി അവൻ ദൈവസന്നിധിയിലേക്ക് നമുക്ക് വേണ്ടി പ്രവേശിച്ചു. ആമേൻ, ഹല്ലേലൂയ. വല്ല ആടിന്റെയോ കാളയുടെയോ ഒക്കെ കഴുത്തറുത്തിട്ട് അതിന്റെ രക്തവുമായി പുരോഹിതൻ കയറിപ്പോയെങ്കിൽ യേശു തന്റെ ശരീരം കീറിമുറിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് തന്റെ ശരീരത്തിൽ ഒഴുകുന്ന രക്തവുമായി അവൻ പുരോഹിതനായി മരിക്കുന്നതിന് മുമ്പ് അവൻ പൗരോഹിത്യ ജോലി, അവൻ പുരോഹിതനായി ബലി അർപ്പിച്ചു, തന്നെ ജീവിതം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു, അവൻ തന്നെയാണ് ബലിവസ്തു, അവൻ തന്നെയാണ് നിത്യപുരോഹിതനും പ്രധാന പുരോഹിതനും അവനായി ഈ ഭൂമിയിൽ വന്നപ്പോൾ. ഇത്രയും വിശുദ്ധമായ ഒരു ബലി അവൻ ഒരു പ്രാവശ്യം നമുക്കും ഇങ്ങനെ ക്രിസ്തുവും അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാത്തിരിപ്പ്. അവൻ വീണ്ടും വരും വാനമേഘങ്ങളിൽ. അത് പാപ പരിഹാരാർത്ഥമല്ല, ഇനിയും അങ്ങനെ കുരിശിൽ തറയ്ക്കപ്പെടാനായിട്ട് അവൻ വരില്ല. ഇനിയും വരുമ്പോൾ വലിയ അധികാരത്തോടെ
ആകാശമേഘങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വലിയ അധികാരത്തോടെ ആജ്ഞാശബ്ദത്തോടെ ആ ദൈവികതയുടെ മഹത്വം മുഴുവനും പ്രകടിപ്പിച്ചുകൊണ്ട് വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ അനേകർ ഓടി ഒളിക്കുമെന്ന്. കാരണം എന്താ? അവൻ കുരിശിന്റെ അടയാളത്തോടെ ആയിരിക്കും വരുന്നത്. കാരണം എന്താ? അവന്റെ കയ്യിലെ ആണിപ്പഴുതികളും അവന്റെ കാലിലെ ആണിപ്പഴുത വിലാപ്പുറത്തെ മുറിവുകളും ലോകം മുഴുവൻ ഉള്ളവർ കാണും. നമ്മൾ പുറകിലൂടെ ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ വലിയ ഉഗ്രമായ പ്രകാശത്താൽ അവൻ വരുമ്പോൾ എല്ലാവരും കാണും. അവന്റെ കയ്യിലെ ആണിപ്പഴുതുകൾ കാണും, അവന്റെ വിലാപ്പുറത്തെ മുറിവും കാണും. അവന്റെ കാൽപാദം ആത്മീയ ശരീരവുമായിട്ട് അവൻ വരുമ്പോൾ ഈ ഒരു കുരിശിന്റെ അടയാളത്തോടെ വാനമേഘങ്ങളിൽ അവൻ എഴുന്നള്ളി വരും. ഈ മുറിവുകളുമായിട്ട് വരുമ്പോൾ ആർക്കും നിരസിക്കാൻ പറ്റില്ല, അവനാണ് കുരിശിക്കപ്പെട്ടവൻ. തോമാസ്ലിയാട് സംശയം അതായിരുന്നു, ഇവൻ തന്നെയാണോ? ആണെങ്കിൽ അവൻ്റെ കയ്യിലെ മുറിവുകളും കാലിലെ മുറിവുകളും വിലാപ്പുറത്തെ മുറിവുകളും എനിക്ക് കാണണമെന്ന് പറഞ്ഞ ആ ഒരു സംശയം അതും തീർത്തുകൊണ്ട് യേശു 8 ദിവസം കഴിഞ്ഞ് വന്നെങ്കിൽ ഇനി വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ ആർക്കും സംശയം ഉണ്ടാകാത്ത രീതിയിൽ അവൻ തന്റെ മുറിവുകളെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും വീണ്ടും വരുന്നത്. അത് വീണ്ടും കുരിശി തറയ്ക്കപ്പെടാനല്ല, വീണ്ടും പിന്നെയോ തന്നെ വിശ്വസിച്ച് തന്നെ കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാനാണെന്നാണ്. ഇന്ന് നമ്മൾ കേട്ടില്ലേ, നമ്മൾ ഓർപ്പിച്ചത് അന്തചിത്രമുള്ള, അതായത് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ദൈവാത്മാവിലാണെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ട്. രണ്ടുപേർക്കും രണ്ട് മനോഭാവമാണെങ്കിൽ ഇന്നത്തെ പ്രശ്നങ്ങളതാണ്. കുടുംബത്തിൽ പലർക്കും പണവും പ്രതാപവും പേരും ഒക്കെയാണ് പ്രധാനപ്പെട്ടത്, മറ്റുള്ളവർക്ക് യേശുവാണ്. അതാണ് പറഞ്ഞത്, കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായി എന്ന് പറയുമ്പോൾ ചിലര് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ചിലർക്ക് അത് വെറും വിഡ്ഢിത്തമാണ്. ഇവരൊക്കെ ചുമ്മാ ദൈവത്തെ പറഞ്ഞ് നടക്കാൻ. നമുക്ക് പണം വേണം, കുടുംബമഹിമ വേണം, പേര് വേണം, പ്രതാപം വേണം എന്ന് പറയുന്നവരുണ്ട് ഒരു കുടുംബത്തിൽ. അവർ തമ്മിലൊരു ക്ലാഷ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു അന്തചിത്രമുള്ള കുടുംബം. രാജ്യത്വം അത് തന്നെയല്ലേ. ഇന്ന് അമേരിക്കയിൽ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. എന്നാൽ വെറും ലോകത്തിന്റെ ജഡികതയും ജഡമോഹങ്ങളും മതി എന്ന് പറയുന്ന അനേകരുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ക്ലാഷ് ഉള്ളത്. അത് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അന്തിമമായ വിജയം കർത്താവിന്. കാരണം യേശു കാൽവരിയിൽ വിജയം വരിച്ചവനാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കുടുംബത്തിലാണെങ്കിലും രാജ്യത്താണെങ്കിലും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അന്തിമ വിജയം. നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് യേശു പല കാര്യങ്ങളും ചെയ്തപ്പോൾ ജെറുസലേമിൽ വന്ന നിയമജ്ഞർ, അവിടെ നിയമജ്ഞരാണ്, അവിടെ നിയമവും കാര്യങ്ങളൊക്കെ ആത്മീയമായിട്ടൊന്നുമില്ല. അവർ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു പറഞ്ഞതുകൊണ്ടാണ് അവർ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഉള്ള മുഴുവനും ശവകുടീരം പോലാന്ന് യേശു പറഞ്ഞു. അവർ വന്ന് യേശുവിനെ കണ്ടപ്പോൾ യേശു വളരെ പാവപ്പെട്ടവനെ പോലെ നടക്കുന്നു. അവന് ഒരു കാര്യമില്ല. എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരും കരുണ കാണിക്കുന്നു, ആരും റബ്ബി ഗുരു എന്നൊന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ യേശു പ്രവർത്തിച്ചപ്പോൾ ഇവർക്ക് ഉള്ളിൽ അസൂയ തോന്നിയിട്ട് അവൻ പറഞ്ഞു, ഇത് പിശാചാണ്, പിശാചിന്റെ ആത്മാവാണ് യേശു പ്രവർത്തിക്കുന്നതെന്ന് അവനെ പറഞ്ഞുകൊണ്ട് അവനെ അവർ കളിയാക്കി, നിയമജ്ഞരൊക്കെ. അപ്പോഴാണ് യേശു പറഞ്ഞത് അന്തചിത്രമുള്ള, ഇന്നത്തെ മർക്കോസ് 3:25 അന്തചിത്രമുള്ള ഭവനം, അന്തചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല. ഇത് കർത്താവിന്റെ വാക്കാണ്, ഓർത്തോളുക, എഴുതിയിട്ടുകൊള്ളുക. അന്തചിത്രമുള്ള ഭവനം നിലനിൽക്കുകയില്ല, അന്തചിത്രമുള്ള രാജ്യവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവന്റെ അവസാനമായിരിക്കും. ശക്തനായൊരുവൻ, നമ്മൾ ദൈവാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈ തിന്മയുടെ ശക്തിയെ ജയിക്കാൻ പറ്റും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈശോ പറയാണ്, മനുഷ്യരുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും, ദൈവാത്മാവിനെതിരായി, ലോകമോഹങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവിനെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും പാപത്തിൽ നിന്നും മോചനമില്ല. അവർ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ച് മുഴുവനും നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവുണ്ടായിരിക്കട്ടെ. ദൈവാത്മാവിലൂടെയാണ് ദൈവത്തെ അബ്ബാ എന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ പറ്റുന്നത്. 1 കൊരിന്ത്യർ 12 പൗലോസ് പറയുന്നുണ്ട്, ദൈവാത്മാവിലൂടെ അല്ലാതെ, യേശുവിന്റെ ആത്മാവിലൂടെ അല്ലാതെ, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശുവാണ് കർത്താവ്, യേശുവാണ് ദൈവ രക്ഷകരെന്ന് പറയാൻ പറ്റില്ല. രണ്ടും കൂടെ പറ്റില്ല. നിങ്ങൾ ഒന്നുകിൽ ചൂടോ അല്ലെ തണുപ്പോ, വെളിപാടിൽ യേശു പറയണം, ഒന്നുകിൽ ചൂടോ അല്ലെ തണുപ്പോ. പ്രിയമുള്ളവരെ, നമുക്ക് ഉള്ളിൽ യേശുവിന്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട്, അബ്ബാ എന്ന് വിളിച്ചുകൊണ്ട്
അവനുടെ കർത്താവാണെന്ന് പറഞ്ഞു. ഇന്നും വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി. അങ്ങയുടെ ആത്മാവിനെ ഉള്ളിൽ നിലനിർത്താനുള്ള കൃപ തരണമേ. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.